മോഹൻലാൽ വഞ്ചകനല്ല, അഭ്യൂഹങ്ങൾക്ക് വിരാമം. സിനിമാ മേഖലയിൽ നിന്ന് നിക്ഷേപങ്ങളില്ലെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നടൻ മോഹൻലാലിനെതിരെയും സിനിമാ മേഖലയിലെ മറ്റു പ്രമുഖർക്കെതിരെയും ഉയരുന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടിയുമായി മാനേജിംഗ് ഡയറക്ടർ ടി.എ. ജോസഫ് രംഗത്ത്. മോഹൻലാൽ വഞ്ചകനല്ലെന്നും കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ആർക്കും പങ്കില്ലെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു. ഗ്രൂപ്പിന്റെ ചെയർമാൻ സി.ജെ. റോയിയുടെ മരണശേഷം ഉയർന്നുവന്ന വിവാദങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിക്കുന്നത് പോലെ മോഹൻലാലിന് കോൺഫിഡന്റ് ഗ്രൂപ്പിൽ നിക്ഷേപങ്ങളില്ലെന്ന് ടി.എ. ജോസഫ് വ്യക്തമാക്കി. മോഹൻലാലുമായുള്ള ബന്ധം കാസനോവ എന്ന സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഉണ്ടായത്. ആശീർവാദ് സിനിമാസിന്റെ ആന്റണി പെരുമ്പാവൂർ ചെയർമാന്റെ അടുത്ത സുഹൃത്ത് മാത്രമാണ്, മറിച്ച് കമ്പനിയുടെ നിക്ഷേപകനല്ല. സൗഹൃദത്തിന്റെ പേരിൽ സിനിമയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ ചെയർമാൻ പങ്കുവച്ചിരുന്നു എന്നതൊഴിച്ചാൽ സാമ്പത്തികമായ മറ്റൊരു ബന്ധവും ഇവർ തമ്മിലില്ല. സിനിമാ മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് പണം ലഭിക്കാനുണ്ടെന്നല്ലാതെ അങ്ങോട്ട് ആർക്കും കൊടുക്കാനില്ലെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഒരു സീറോ ഡെപ്റ്റ്, അതായത് കടബാധ്യതയില്ലാത്ത കമ്പനിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെയർമാൻ സി.ജെ. റോയുടെ അപ്രതീക്ഷിത വിയോഗം കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്ന് എം.ഡി. ഉറപ്പു നൽകി. കേരളത്തിലെയും ബംഗളൂരുവിലെയും എല്ലാ പ്രോജക്റ്റുകളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം കമ്പനിക്കാണ്. നിക്ഷേപിച്ച ആർക്കും പണം നഷ്ടപ്പെടില്ലെന്നും എല്ലാ പ്രോജക്റ്റുകളും പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ചെയർമാന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ ഉന്നയിച്ച ആരോപണങ്ങളെ ടി.എ. ജോസഫ് തള്ളി. ചെയർമാന്റെ സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല. അവർക്ക് കമ്പനി കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല. ചെയർമാൻ ആരുടെയും ഭീഷണിക്ക് വഴങ്ങുന്ന ആളല്ല. വളരെ ശക്തനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. യൂട്യൂബ് ചാനലുകളും ചില മാധ്യമങ്ങളും ചെയർമാനെ കഴുകന്മാരെ പോലെ വേട്ടയാടുകയാണെന്നും കള്ളക്കടത്തും ബിനാമി ഇടപാടുകളും ആരോപിച്ച് അദ്ദേഹത്തെ ഇനിയും അപമാനിക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. നിലവിൽ SIT അന്വേഷണം നടക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്നും അന്വേഷണത്തിൽ കമ്പനി തൃപ്തരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ മോഹൻലാലിന് കോൺഫിഡന്റുമായി ഒരു ബിസിനസ്സും ഇല്ലെന്ന് വ്യക്തമാകുകയാണ്.